ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 50 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം എനിക്ക് തോന്നി ഇതാണ് ബെസ്റ്റ് ടൈം. സോ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ 50 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് തീർത്തും എൻ്റെ മാത്രം അഭിപ്രായങ്ങളായിരിക്കും ഞാൻ വീഡിയോസ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതിനനുസരിച്ചുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ദ പവർ ഓഫ് വേർഡ്സ്. നമുക്കെല്ലാം അറിയാം വാക്കുകൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒരാളെ വളർത്താനും ഒരാളെ തളർത്താനുമുള്ള ശക്തിയുണ്ട്. സോ തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക്. നമുക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ തമാശയ്ക്ക് പോലും പറയുന്ന ഒരു കാര്യം മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളുടെ രണ്ട് കൈ എടുക്കുക. ഈ കൈയുടെ ഇവിടെ ആയിട്ടൊരു വര ഉണ്ടാവും. ഈ വരയിൽ രണ്ടും ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുന്ന സമയത്ത് ഒരു കൈ പത്തി മേലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവാം. അപ്പം എൻ്റെ വലത് കൈയാണ് ഒരു ഇച്ചിരി വലുപ്പമുള്ളത്. സോ ഈ കയ്യിലെ നോക്കിയിട്ട് ഗ്രോ ലോങ്ങർ അങ്ങനെ ഒരു 8 തവണ പറഞ്ഞേ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തേ. സോ നമുക്ക് 8 തവണ ഈ കയ്യെ നോക്കിയിട്ട് സംസാരിക്കാം. ഗ്രോ ലോങ്ങർ, 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 ഗ്രോ ലോങ്ങർ. സോ 8 തവണ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സെയിം ആ കൈകളുടെ ആ 2 വശവും അതേപോലെ തന്നെ വയ്ക്കുക. ദെൻ സി ചേഞ്ചസ് ഇല്ല. സി ദ മിറക്കിൾ. ഇതുപോലാണ് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ വേർഡ്സിന് അത്രത്തോളം പവർഫുൾ ഉണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. ഇപ്പം ഞാൻ പറയാണ്, എനിക്കൊന്നും അങ്ങനെ ആവാൻ പറ്റത്തില്ല, എനിക്ക് എപ്പോഴും കഷ്ടകാലവും കഷ്ടപ്പാടും, എനിക്ക് എപ്പോഴും രോഗങ്ങളാണ്, എനിക്ക് പൈസ ഇല്ല, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് റീഡ് ചെയ്യുന്നുണ്ട്. സോ ആ ടൈമിൽ മൈൻഡ് അങ്ങനെ ചിന്തിച്ച് വെക്കുകയാണ്, ഓക്കെ ഇങ്ങനത്തെ ഒരാളാണ് ഈ വ്യക്തി. സോ അത് നമ്മളിലേക്ക് പ്രതിഫലിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി നമ്മളെ എഫക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി നോക്കിക്കേ. ഉറപ്പായിട്ടും ട്രസ്റ്റ് മീ ഗൈസ്, മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സ്വയമേ ഒന്ന് പറഞ്ഞു നോക്കുക. എനിക്ക് സന്തോഷമാണ്, എനിക്ക് എപ്പോഴും സന്തോഷമാണ്, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ എനിക്ക് എന്നെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് നമ്മുടെ ഡെയിലി നമ്മുടെ സംസാരത്തിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നിങ്ങൾ നോക്കിക്കോ, ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സ്കൂളിലൊരു കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. സോ അത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിചാരിക്കും, ഓക്കെ ഞാൻ ശരിയാവത്തില്ല, ഞാനിതിന് ഫിറ്റ് ആയിരിക്കത്തില്ല, ഇത് ഒരുമാതിരി ആവും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഓൾറെഡി ഡൗൺ ആവും. സോ ഒന്ന് ട്രൈ ചെയ്യാനുള്ള അല്ലെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം അങ്ങനെ ഒരു തോന്നൽ പോലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇനി ചെയ്തത് ശരിയാവത്തില്ലേ എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട്. അല്ലെ അന്ന് പറഞ്ഞ ഒരു വാക്ക് ആളെ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്താണേലും അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സോ എവിടെന്നെങ്കിലും നമ്മൾ കേട്ടൊരു വാക്ക് അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെ നമുക്കതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യാൻ പോലും നമ്മൾ മടിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. ഇനി ഞാനൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ എനിക്കറിയാവുന്ന ആൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ താല്പര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അവർ ഇങ്ങനെ മോശം വിചാരിക്കില്ലേ, എന്നെക്കുറിച്ച് ഒരുമാതിരി സംസാരിക്കില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾ നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷേ ഈ ഒരു പേര് ഉള്ളിലുള്ളത് കൊണ്ട് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ട്, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ള പേടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുടെ മനസ്സിലുണ്ട്. ഇനി നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ
അമിതാഭ് ബച്ചനെ പലയിടത്തും ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വരെ ആളുടെ വോയിസ് സ്യൂട്ടല്ല എന്നും പറഞ്ഞിട്ട് ആളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇപ്പം ആളുടെ വോയിസ് ആണ് ആളുടെ ഐഡൻറ്റിറ്റി. അതേപോലെ അന്ന് അയാളത് കേട്ട് ഓക്കെ ശരിയാവില്ല എന്ന് വിചാരിച്ച് തളർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ അറിയുന്ന അമിതാഭ് ബച്ചൻ ആവില്ലായിരുന്നു. ആളുടെ വോയിസ് ആണിപ്പം ആളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഒപ്ര വിൻഫ്രേ അവരെ ഈ പറഞ്ഞ ടെലിവിഷനിലെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പലപ്പോഴും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് സ്യൂട്ടല്ല, അല്ലെ നിങ്ങൾ ഇതിന് ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പം അവരെവിടെയാണ്? ഇതേപോലെയാണ് ദെൻ ഷാറുഖ് ഖാൻ എക്സ്പീരിയൻസ് എടുക്കുക. ഷാറുഖ് ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് തിങ്സ് വിൽ ഹാപ്പൻ. നമ്മളിൽ തന്നെ വിശ്വസിക്കുക, അപ്പം നമുക്ക് ചേഞ്ചസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം ഡെയിലി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കിപ്പം കേൾക്കുമ്പോൾ തോന്നും എന്തെന്നാണ് ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഞാൻ ഹാപ്പിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ കാര്യം? അങ്ങനെയല്ല. നമ്മളിപ്പം ഓർക്കാത്ത പറയുന്ന കാര്യങ്ങൾ പോലും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പി അല്ല, എനിക്ക് സങ്കടം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ്, ഈവൻ പലരും പറയാറുണ്ട് ഞാനൊരു നല്ല ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ്, പിറ്റേന്ന് എനിക്ക് വയ്യാണ്ടാവും, ഈവിളായി ആണ്, എല്ലാവരും എന്നെ കണ്ണു വെക്കുന്നതാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ആൾക്കാരെല്ലാം ഒരാളെ വെച്ച് കണ്ണു വയ്ക്കാനിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സെലിബ്രിറ്റീസൊക്കെ എന്നും ഹോസ്പിറ്റലിലായിരിക്കണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളത് ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അല്ലെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഓ എനിക്ക് ഈ കണ്ണേറ് കിട്ടും, ഇത് ഉറപ്പാണ്, ഇത് പോസ്റ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെയാണ്. ഇത് പറയുമ്പോഴാണ് നമ്മളെ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്കത് അറിയത്തില്ല. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ആക്ടിവേറ്റ് ചെയ്ത് ഓക്കെ ഇത് ഇങ്ങനെയാണെന്ന് റീഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ടാണ് തരുന്നത്. സോ ഈ പറഞ്ഞ വേർഡ്സിന് അത്രത്തോളം പവറുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പറയാം, നീ ഒന്ന് ചെയ്തു നോക്കിയേ, ഇത് ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, നിന്നെക്കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും, അങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കിയേ. ഈ പറഞ്ഞ ആൾ എത്ര പേടിച്ചിരിക്കുന്ന ആളാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ മുന്നോട്ട് വരും. ഇതേപോലെയാണ് നമുക്ക് നമ്മുടെ വാക്കുകളെ കൺട്രോൾ ഉണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ തന്നെ എഫക്റ്റ് ചെയ്യും, അത് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക ഇനി സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വേർഡ്സ് ഹാവ് പവർ. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.